ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് പാറസിന് കാത് കുത്താൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അമ്മയുടെ ആഗ്രഹമായിരുന്നു കേട്ടോ അവൾക്ക്. പാറോസിന് ഒരു കാര്യത്തിനും അമ്മ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അമ്മ കാത് കുത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് പോകാമെന്നുള്ള രീതിയിലായിരുന്നു ഇത്രയും നാൾ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നത്. അങ്ങനെ ഓണത്തിന് അമ്മ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അമ്മ വന്നിട്ട് ഓണമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ കാത് കുത്താൻ വേണ്ടിയിട്ട് പോയത്. അങ്ങനെ നേരെ നമ്മൾ അഞ്ചലുള്ള ചെമ്മണ്ണൂർ ജ്വല്ലറിയിലാണ് കേട്ടോ പോയത്. അവിടെ ചെന്ന് നമ്മൾ ഷൂട്ട് ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ അല്ലാതെ കുത്താൻ പറ്റത്തില്ല, കാരണം അവൾ അടങ്ങിയിരിക്കില്ല കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ കാത് കുത്തുവാണെങ്കിൽ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുമ്പോഴത്തേനും മാറിപ്പോയി കഴിഞ്ഞാൽ അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി പോകും. അപ്പോൾ അതുകൊണ്ട് ഷൂട്ട് ചെയ്യുന്നതെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ അവരുടേതായ ഒരു കമ്മലിട്ടാണ് അവർ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഒരു കാത് ഷൂട്ട് ചെയ്തു. എന്നിട്ട് നല്ല കരച്ചിലായിരുന്നു കേട്ടോ, അത്യാവശ്യം നല്ല കരച്ചിലായിരുന്നു. അങ്ങനെ അവളെ എടുത്തുകൊണ്ടൊക്കെ നടന്ന് കരച്ചിലൊക്കെ മാറ്റിയതിന് ശേഷമാണ് അടുത്ത കാത് കുത്തിയത് കേട്ടോ. എന്നിട്ട് അടുത്ത കാത് കുത്താൻ വേണ്ടിയിട്ട് ആൾ ഇരുന്ന് തന്നെയൊന്നുമില്ല, ഒരു വിധത്തിനൊക്കെ പിടിച്ചിരുത്തി കുത്തിച്ചു. ഒരു കാത് കുത്തിക്കൊണ്ട് വരാൻ പറ്റത്തില്ലല്ലോ, പിന്നെ ഒരു വിധത്തിനൊക്കെ ആ കാതും കൂടെ നമ്മൾ കുത്തി സെറ്റാക്കി എടുത്ത് കഷ്ടപ്പെട്ട് കേട്ടോ കുറേ അവളിങ്ങനെ ഇരുത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. പിന്നെ അച്ഛനും ചേട്ടനും ഒക്കെ എടുത്തുകൊണ്ട് നടന്നു. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ നമുക്ക് കോഫി തന്നു കേട്ടോ. അപ്പോൾ അടിപൊളി കോഫി ആയിരുന്നു ഗൈസ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി കോഫി. എനിക്ക് ഇങ്ങനെ കടയിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന കോഫി ഉണ്ടല്ലോ, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അത്. അങ്ങനെ പാറസിന് കോഫിയൊക്കെ കൊടുത്ത് ചിരിച്ച് കളിച്ച് പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ ഓടിച്ചാടി കളിച്ച് നടന്നു കേട്ടോ. പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല.